ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് നമ്മുടെ എഗ് മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ചതച്ചതാണ്. പിന്നെ ഒരു 6 വെളുത്തുള്ളി, അതും ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ 2 പച്ചമുളക് സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഇത്തിരി മല്ലിയില, പിന്നെ 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യമായ സാധനങ്ങൾ. അതിൻ്റെ കൂടെ സബോള, 4 സബോള, മീഡിയം സൈസ് സബോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2.5 സ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1.5 സ്പൂൺ മതി. പിന്നെ കുറച്ച് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. നമ്മളൊരു പാൻ എടുത്തു, അതിലേക്ക് ചൂട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ചൂടായതിന് ശേഷം സവാള ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മളിതാ ചതച്ച് വെച്ചിരിക്കണ വെളുത്തുള്ളി ചേർത്ത് വെച്ചു. ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഇഞ്ചി ചേർക്കണം. അപ്പോൾ ഇത് ഇത്തിരി നന്നായിട്ട് വാടണം കേട്ടോ. കുറച്ച് നേരം നമ്മൾ ഉള്ളി വാട്ടിയതിന് ശേഷമാണ് വെളുത്തുള്ളി ചേർത്തത്. അത് കഴിഞ്ഞ് കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ഇഞ്ചിയും ചേർത്ത് നന്നായി വഴറ്റി എടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ നോക്കണേ. ഇപ്പം നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നന്നായിട്ട് അടിയൊന്നും അങ്ങനെ പിടിക്കില്ല, എന്നാലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, അത് നമ്മൾ സബോളയുടെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ചേർത്ത് കൊടുത്ത് അതും ഇത്തിരി വാടുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി സാവകാശം നമ്മൾ നോക്കണം. എന്നിട്ട് ഇത്തിരി മൂത്ത് ഈ ഒരു ബ്രൗൺ കളറായില്ലേ, അത് വല്ലാണ്ട് ബ്രൗൺ അല്ല, ഒരു മീഡിയം ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ ചേർത്തു. ഇതൊന്ന് ഇളക്കി അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പൊടികളും നമ്മൾ ചേർക്കാണ്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി എത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്? 2.5 സ്പൂൺ മുളക് പൊടി എടുത്തു. ഇനി മല്ലിപ്പൊടി, അത് നമ്മൾ 1.5 സ്പൂണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതും ഇതിൻ്റെ കൂടെ ചേർക്കാണ്. അതിൻ്റെ കൂടെ മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. മസാല നമ്മുടെ ആവശ്യത്തിന് വേണം ചേർക്കാനായിട്ട്. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളതിലാണ് ചേർക്കുന്നത്. കുറച്ച് മസാല, ഭയങ്കര മസാല ആവശ്യമുള്ളവർ കുറച്ചും കൂടി ഇടാം. പിന്നെ മസാലകളുടെ ഇതനുസരിച്ചിരിക്കും ഇടലും കൂടുതലും കുറവൊക്കെ വരണത്. അപ്പോൾ നമ്മളിതാ മല്ലിപ്പൊടി ചേർത്തു. ഇനി നമ്മളിനി മസാലപ്പൊടി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മസാലപ്പൊടി ചേർക്കുള്ളൂ. ഇതൊന്ന് ഇത്തിരി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളെല്ലാം ഇടാനായിട്ട്, ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും. തീ നന്നായി കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. മസാലപ്പൊടി ഇട്ടു. ഇനി മസാലപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം നന്നായിട്ട് ഇളക്കിപ്പോൾ നന്നായി മൂത്ത മണം വരുമല്ലോ. നമ്മുടെ മസാലകളെല്ലാം പൊടികളെല്ലാം മൂത്ത ഒരു മണം വരും. അത് വരെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. തീ കൂട്ടിയിടരുത്. കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ മിക്സിയിൽ നമ്മൾ എടുത്ത് വെച്ച 2 തക്കാളി നന്നായിട്ട് അരിഞ്ഞ് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. തക്കാളി അടിക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല രീതിയിൽ അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി. അത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ പൊടികളെല്ലാം മൂത്ത് വന്നതിന് ശേഷം തക്കാളി അടിച്ച് വെച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അത് ഇത്തിരി കുറച്ചൊന്ന് ചൂടായി നന്നായിട്ട് വന്നതിന് ശേഷം കുറച്ച് വെള്ളം നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി അടി പിടിക്കാത്ത വിധത്തിൽ കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് ഇതിന് ശേഷം നമ്മൾ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്ക് ഉപ്പെല്ലാം കറക്റ്റായോ എന്ന് നോക്കണം. ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്ന് നമ്മൾ ഒന്ന് നോക്കണം. അതിനുശേഷം വേണം, ഉപ്പ് ശരിയായില്ലെങ്കിൽ ഇത്തിരി കൂടി ഉപ്പിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം മാത്രമേ മുട്ട നമ്മൾ അതിൽ പുഴുങ്ങിയത് വെക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് പിന്നെ ഭയങ്കരമായിട്ട് ഇളക്കരുത്, ഒരു മീഡിയം ലെവലിൽ ഇളക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ അതെന്ത് ചെയ്യണു, കുറച്ച് നേരം അടച്ച് വെക്കുകയാണ്. ഈ മുട്ടയിലേക്ക് എല്ലാം പിടിക്കാനും ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ചതിന് ശേഷം
നമ്മൾ എടുക്കുമ്പോൾ അത് ഏകദേശം കൂട്ട് എല്ലാം കറക്റ്റായി. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, അതെല്ലാം ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടി നേരം നമുക്ക് അത് അടച്ച് വെച്ച് അതിൻ്റെ ചൂടോടുകൂടി ആ മല്ലിയിലയും കറിവേപ്പിലയും ഒന്ന് വാടി കിട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ അത് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി എടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട് കറി, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒന്ന് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വാച്ച് ചെയ്യുക. ഇത്രയും നേരം ഞങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.